രാജാവിന്റെ മകനെന്ന് സ്നേഹത്തോടെ സിനിമാ ലോകം വിളിക്കുമ്പോഴും താരജാടകളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നിതാ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ അഭിനയത്തിലൂടെ തന്നെ മറുപടി കൊടുത്തിരിക്കുന്നു. അതോടെ പുലിക്ക് പിറന്നത് പൂച്ചയാവില്ലല്ലോ എന്ന് സോഷ്യൽ മീഡിയയും ചോദിച്ചു. ഇന്ന് ആ താരത്തിന്റെ ചിത്രം തിയേറ്ററിൽ കുതിക്കുകയാണ്. അച്ഛന്റെ പേരിനിപ്പുറം അയാളിലെ നടനെ ആളുകൾ നെഞ്ചിലേറ്റി. ഇത് അയാളുടെ കാലമെന്ന് ഉറക്കെ പറയുന്നു. യെസ്, പ്രണവ് മോഹൻലാൽ അതൊരു ജിന്നാണ്. 2002 ഒന്നാമൻ എന്ന സിനിമയിൽ ബാലതാരമായി അഭിനയ ജീവിതത്തിലേക്ക് രംഗപ്രവേശനം. മോഹൻലാലിന്റെ ബാല്യകാലമായിരുന്നു അവതരിപ്പിച്ചത്. അതേ വർഷം തന്നെ മേജർ രവി സംവിധാനം ചെയ്ത പുനർജനി എന്ന ചിത്രത്തിലൂടെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡും സ്വന്തമാക്കി. പിന്നീട് 7 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തെ സ്ക്രീനിൽ കാണുന്നത്. മോഹൻലാൽ നായകനായ സാഗർ ഏലിയാസ് ജാക്കിയിലെ അതിഥി വേഷം. 2020 വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഹൃദയത്തിൽ നായകനായി അതിശക്തമായ തിരിച്ചുവരവ്. ചിത്രം സൂപ്പർ ഹിറ്റും. ഇതിനിടയിൽ പ്രണവിനെ നായകനാക്കി സിനിമകൾ ചെയ്യാൻ നിരവധി സംവിധായകരും നിർമ്മാതാക്കളും തിരക്കഥകളുമായി കയറി ഇറങ്ങിയെങ്കിലും ആർക്കും പിടികൊടുത്തില്ല. ആരും കാണാത്ത ഇടങ്ങളിലേക്ക് ഏകനായി സഞ്ചരിച്ചും കാണുന്നിടത്ത് കിടന്നുറങ്ങിയും കിട്ടുന്ന ഭക്ഷണം കഴിച്ചും ജീവിച്ചു. ഇപ്പോൾ 1/4 നൂറ്റാണ്ടോടടുക്കുന്നു. അദ്ദേഹം ആകെ അഭിനയിച്ചത് 11 സിനിമകളിൽ. 2 വർഷത്തിലൊരിക്കൽ ഏറ്റവും അടുപ്പമുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു സിനിമ ചെയ്തെന്ന് വരാം. അതാണ് പ്രണവ്. ഇക്കുറി പ്രേക്ഷകരെ ഭയത്തിന്റെ ആഴക്കയങ്ങളിലേക്ക് തള്ളിവിട്ടുകൊണ്ടാണ് പ്രണവിന്റെ വരവ്. റെഡ് റെയിൻ, ഭൂതകാലം, ബ്രഹ്മയുഗം എന്നീ ഗംഭീര സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച സംവിധായകൻ രാഹുൽ സദാശിവന്റെ ഒരു അന്യായ സൃഷ്ടി DS ഇറേ. ഇത് കണ്ടിറങ്ങിയ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്, സിനിമ വേറെ ലെവലെന്ന്. പ്രണവിന്റെ അഭിനയ മികവിനെ വാനോളം പുകഴ്ത്തുന്നുമുണ്ട്. അതെ, സിനിമാ ലോകത്ത് ഒരു കസേരയിട്ട് സ്ഥാനം പിടിക്കാൻ അയാൾക്കിനി മറ്റൊന്നും വേണ്ട. ഭയത്തിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തീവ്ര അനുഭവം. അതാണ് DS ഇറേ എന്ന ചിത്രത്തിലൂടെ പ്രണവ് മോഹൻലാലും രാഹുൽ സദാശിവനും നൽകുന്നത്. ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയും അതേ തുടർന്നുണ്ടാകുന്ന ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ പ്രമേയം. ആർക്കിടെക്റ്റായ രോഹനായി ഗംഭീര പ്രകടനമാണ് പ്രണവ് കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രണവിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് സിനിമയിലേതെന്ന് നിസ്സംശയം പറയാം. സിനിമ 50 കോടി കളക്ഷനാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത്. ഈ വർഷം തുടരെ സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച മോഹൻലാലിന്റെ 3 ചിത്രങ്ങളും 50 കോടിയിലധികം കളക്ഷൻ നേടിയിരുന്നു. അങ്ങനെ മലയാളത്തിൽ ഈ അപൂർവ നേട്ടം കൈവരിച്ച നടൻ മോഹൻലാലായി മാറി. ഇപ്പോഴിതാ അതേ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് പ്രണവ് മോഹൻലാലും. അച്ഛന് പിന്നാലെ മോനും അടിച്ചട ഹാട്രിക് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. BMW-ലും ബെൻസിലും സഞ്ചരിച്ചുകൊണ്ട് ലളിത ജീവിതത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തുന്ന കപടമുഖങ്ങൾക്ക് പന്നമില്ലാത്ത നാടാണ് കേരളം. ഇവിടെ അതിപ്രശസ്തനായ പിതാവിന്റെ ഏകപുത്രനായി സഹസ്രകോടികളുടെ നടുവിൽ ജനിച്ചു വളർന്ന ഒരു യുവാവിന് അങ്ങനെയും ജീവിക്കാനാവുമെന്ന് പ്രണവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിലൂടെ തന്നെയാണ്. അതുപോലെ തന്നെ അഭിനയത്തിലും ഇപ്പോൾ കുറിച്ചിടുന്നുണ്ട്. വർഷത്തിൽ ഇതുപോലെ 1-2 സിനിമ ധാരാളമെന്ന്. അതെ, അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞവർക്ക് അഭിനയത്തിലൂടെ തന്നെയുള്ള മധുര പ്രതികാരം. അതാണ് പ്രണവ്.